നാട്ടുകാര് പിന്നെ നടക്കും, ആരും പിന്നെ ആന ഒട്ടിക്കൊല്ലും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ ജനരോഷം ശക്തമാണ്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ കിടങ്ങ് നിർമ്മാണം ആരംഭിച്ചാൽ മാത്രമേ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം സംസ്കരിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിടങ്ങ് നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും തുടരുകയാണ്. ഒന്നേക്ക് മുമ്പ് ഒരു പയ്യൻ വന്ന് എന്നെ ഓട്ടം വിളിച്ചു. അവനോട് ചീത്തയും പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ടുപോയിട്ടു. അവനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ആന ഇവിടുന്ന് ആളെ ചവിട്ടി കൊന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പം ഞാൻ ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയറ്റായ കാരണം വണ്ടി വെട്ടം മുകളിലേക്കായി. അത് കഴിഞ്ഞിട്ട് പന്തിയുടെ കാലം വെച്ച് ഞാൻ തിരിച്ചുപോയി. സാധാരണ ഞാൻ തിരിച്ചു പോകാറില്ല, ആനയുടെ ഒപ്പം തന്നെ ഞാൻ വരാറുണ്ട്. പക്ഷെ ഇന്നലെ എന്തോ തോന്നി തിരിച്ചുപോയി. തിരിച്ചു കഴിഞ്ഞിട്ട് ആളെ കൂട്ടിക്കൊണ്ടുവന്നു. ആളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ആർക്കും ഫ്രണ്ടിൽ വെക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഞാൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കൊണ്ട് പോന്നു. എൻ്റെ ബാക്കിൽ വന്ന വണ്ടി ഈ ബോഡി ഇറക്കാൻ കണ്ടു. ഞാനൊരു 100 മീറ്റർ അപ്പുറത്ത് ഇപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു ആന ചവിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പോരാണ്ട് പോർച്ചാരുടെ അടുത്തെന്ന് പറഞ്ഞു. അവരെയും കൂട്ടിക്കൊണ്ട് ഇവരും ഇങ്ങോട്ട് വന്നു. ഞാൻ മെമ്പറേയും വിളിച്ചുകൊണ്ട് യോഷിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. യോഷിക്ക് അറിയാമുള്ള പോർച്ചാർക്ക് അറിയാമുള്ള ഇത് ആരാന്ന്. അത് കഴിഞ്ഞ് ആ കോലത്തിനായി. അപ്പം കഴിഞ്ഞിട്ട് ഇത് ആളെ അറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്ന് നോക്കി പറഞ്ഞു ഇന്ന ആളാന്ന് പറഞ്ഞു. രാവിലെ പണി തുടങ്ങാന്നാ പറഞ്ഞു. റെഞ്ചിന്റെയും ഫെൻസിങ്ങിന്റെ ഒക്കെ പണി അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇന്ന് ചെയ്യേണ്ട പണി ഇതാണ്. എല്ലാവരും കൂടണം. ബോഡി വന്നു കഴിയുമ്പോ എല്ലാവരും കൂടെ കൂടി അവരുടെ തിണ്ണയിൽ ഇറക്കി വെക്കണം. അവിടെ ഇരിക്കട്ടെ, തീരുമാനം ഉണ്ടായിട്ട് എടുത്ത് മറവ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ വെച്ചാൽ മതി. ഇത് പണികളൊന്നും ആരംഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇനിയും പോകും. പോകാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇറക്കി വരട്ടെ അവിടുന്ന്. നമുക്ക് 5 പൈസ തന്നിട്ടില്ല, 1 രൂപ കിട്ടിയിട്ടുണ്ട്. ജീവനും കൊണ്ട് അന്ന് ഓടി പോന്നതാ. ഉരുളുപൊട്ടും കഴിഞ്ഞ ആനശല്യം കൂടെ ആയപ്പോ അവിടെ ഇപ്പൊ ആൾക്കാരില്ലാതെ ഒക്കെ ജീവനും കൊണ്ട് അയിലേക്ക് ഓടുകയാണ്. 5 അടി വീതിക്ക് ഇവിടെ കോൺക്രീറ്റ് കെട്ടി ആണിയടിച്ച് നിലനിർത്തിയാലാണ് ആനകൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുള്ളൂ. അവയെ ആനയുടെ കാലിൽ ആണി കൊള്ളാറ ആന പുറത്തേക്ക് വനത്തിൽ തന്നെ നിന്നോളൂ. ഇതൊന്നും ഇവിടെ നടക്കുന്ന ഏർപ്പാടൊന്നുമല്ല. ഇവർ ചുമ്മാ പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ പലതും പറയും. ഒരു കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാറില്ല ആരും. ചുമ്മാ ഓരോരോ കാര്യങ്ങൾ ഇവിടെ എത്ര ആൾക്കാർ മരിച്ചാലും ഇവിടെ ഇതിങ്ങനെ ഒന്നുമില്ല. കുറെ ആൾക്കാർ, കുറെ രാഷ്ട്രീയക്കാർ ഇവിടെ 2 പാർട്ടി ഭരിക്കേണ്ടത്. അവർ 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. അടുത്ത 5 വർഷം കഴിയുമ്പോൾ വേറെ പാർട്ടിക്കാർ വരും. അവർ പറഞ്ഞാലും ഇവർ പറഞ്ഞാലും ഒക്കെ ഈ സംഭവം തന്നെ നടക്കുള്ളൂ. ഇതൊന്നും നടക്കൂല, ഒരു കാര്യവും നടക്കൂല. ഇവർ ചുമ്മാ പറയും അടുത്ത വോട്ടിന് വേണ്ടി. ഇപ്പൊ പറയും ഇപ്പൊ ഞാൻ അടുത്ത ഇലക്ഷൻ വരാൻ പോകുമല്ലോ, ഞാൻ അടുത്ത വോട്ടിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവര് ഇങ്ങനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ വെറും പൊട്ടന്മാരാ. ഇതിന് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കടന്നു വരുന്ന മൃഗങ്ങളെ ഏത് വിധേന അത് നഷ്ടപ്പെടുത്താനുള്ള ഒരു അനുവാദം കൊടുക്കണം. ഫോറസ്റ്റുകാർ ശരിയും കൊടുക്കണം. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഞാൻ കാണിച്ചുതരാം ആനേനെ. എന്റെ വീടിന്റെ തൊട്ട് പുറകിൽ വെക്കുന്നുണ്ട് ആന ഫോറസ്റ്റിനകത്ത്. ഫെൻസിങ് ഇട്ടു, അത് സംരക്ഷിക്കില്ല. ആന വരും, ചവിട്ടി പിടിച്ച് കളയും. അത് കഴിഞ്ഞിട്ട് ഇവരോട് സാറേ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു മനുഷ്യനെ ആന കുത്തിയിട്ടിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടെ വാരിക്കൂട്ടി എല്ലാം റെഡിയാക്കി പെറുക്കി എടുത്തു വിട്ടത്. ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പം. അവര് നമുക്ക് അവരോട് വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് നോക്കാനോ ഒന്ന് സഹകരിക്കാനോ ഇതൊന്നും അവർ ചെയ്യില്ല. അവർക്ക് തിന്നുക, വല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആവശ്യമായിട്ട് ആ ഓഫീസിലിരിക്കുക. ഇതാണ് അവരുടെ ചുമതല. ഞാനൊരു ഓട്ടോ ഡ്രൈവറാ. ഞാൻ 2 ആഴ്ച മുമ്പ് അവിടുന്ന് വീട്ടിൻ്റെ അവിടെ 8-10 ഓട്ടോ കൊണ്ടുവന്നപ്പോൾ ആന ഈ ആനന്ദ് തന്നെ എന്നെ ഓടിച്ചു. ഞാൻ ഓടിക്കൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് ഓട്ടോ മറ്റേ അടിച്ച് എൻ്റെ ബമ്പർ കൊടിഞ്ഞു പോയി. ഞാൻ തമിഴ്നാട്ടിലേക്ക് ഞാൻ
രക്ഷപ്പെട്ടു പോയത്. ഈ തൊട്ടപ്പുറം വഴിയുണ്ട്, അപ്പുറം ഈ കൊച്ചുനാശ്ശേരി എന്ന് പറയും. ആ വഴിക്കാണ് എന്നെ ആന ഓടിക്കണേ. ഞാൻ ഓടിക്കൊണ്ട് ഓട്ടോന്ന് ഇറങ്ങി ഞാൻ ഓടിയത് ഡ്രൈവർ സീറ്റിൽ നിന്ന് പോയിട്ട് വണ്ടി ഒന്ന് മരത്തടിച്ച് എൻ്റെ അത് ബമ്പർ കൊടിഞ്ഞു പോയി. ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ രക്ഷപ്പെട്ടു പോയത്. കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താൽ തുടരുകയാണ്. ചേലാട് കുറുമറ്റത്തെ സെമിത്തേരിയിൽ അല്പസമയത്തിനകം എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. വിശദാംശങ്ങളുമായി കുട്ടമ്പുഴയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, കഴിഞ്ഞ 3.5 വർഷത്തിനിടെ, അതായത് 2011 മുതൽ 2021 മുതൽ 2024 വരെയുള്ള ഈ വർഷം വരെയുള്ള ഈ മാസം വരെയുള്ള കാലയളവിൽ ഇതുവരെയും സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ, വന്യജീവി ആക്രമണത്തിൽ 316 പേരുടെ ജീവനാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മാത്രമായി നഷ്ടപ്പെട്ടത്. ഇവിടെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയ പ്രഖ്യാപനം വരും, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് വരും. പക്ഷേ ഇതുപോലെ ഈ വനത്തോട് ചേർന്ന മേഖലകളിൽ താമസിക്കുന്നവർ, മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, ഇപ്പോൾ അവരുടെ ഭീതി ഇപ്പോഴും മാറാത്ത അവസ്ഥ. മനുഷ്യജീവനുകൾ ഓരോ ദിവസവും പൊലിയുന്നു. ഈ ആഴ്ച മാത്രം 2 ജീവനുകളാണ് കാട്ടാനാക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഈ കുട്ടമ്പുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ പ്രതിഷേധം തുടരുകയാണോ? എപ്പോഴാണ് എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതും? ഡാനി. എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരത്താണ് വീടുള്ളത്. നമ്മൾ ഉള്ളത് ഇന്നലെ ഈ സംഭവം നടന്ന, ഈ ദുരന്തം നടന്ന ആ സ്ഥലത്താണ് ഉള്ളത്. ഈ ഇതാണ് ഇവിടെ വെച്ചാണ് എൽദോസിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങി വരികയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഗത്ത് വനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഇവിടെ മറ്റ് വൈദ്യുതി വിളക്കോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരിടമാണ്. നാട്ടുകാരുടെ വളരെ നാളുകളായുള്ള ഒരു ആവശ്യം ഈ ഭാഗത്ത് വഴിവിളക്കുകളെങ്കിലും സ്ഥാപിക്കുക എന്നതാണ്. അതുപോലും ഉണ്ടായിട്ടില്ല. ഇന്നലെയാണ് ഇപ്പോൾ ഇവിടെ കത്തി നിൽക്കുന്ന ഈ ബൾബ് രാത്രി കൊണ്ടുവരുന്നത്. അത് ഒരു ദിവസം നേരത്തെ ആയിരുന്നെങ്കിൽ പോലും ഈ ദുരന്തം ഉണ്ടാവില്ല എന്ന് നാട്ടുകാർ പറയുകയും ചെയ്തു. എന്തായാലും ഇത് സംഭവിച്ചു. ഇനി നാട്ടുകാരുടെ കഴിഞ്ഞ കുറേ നാളത്തെ ആവശ്യമാണ് ഏത് വിധേനയെങ്കിലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നത്. ഇവിടെ കിടങ്ങുണ്ടാക്കുക, അതോടൊപ്പം തന്നെയാണ് വൈദ്യുത വേലി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും അത് സാധ്യമായാൽ മാത്രമേ ഇനിയെങ്കിലും ഇത്തരം ഒരു ആക്രമണങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് നിലവിലുള്ള ഒരു ഫെൻസിങ്ങിന്റെ, വൈദ്യുത വേലിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ്. നാളുകളായി അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വളരെ ഭീഷണിയിലെല്ലാം തന്നെ ഏത് സമയവും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാമെന്നുള്ളൊരു ഭീഷണി തന്നെയാണ് ഈ പ്രദേശത്തുള്ളവർ കഴിയുന്നത്. സാധാരണ ജനങ്ങൾ ഒപ്പം തന്നെ ഇത് ഉപജീവന മാർഗമായി കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഇവരെല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് ഞങ്ങളൊരു 5 കിലോമീറ്റർ അപ്പുറയാണ്, ഞായപ്പള്ളി ഭാഗത്താണ്. ഇതേ അവസ്ഥ തന്നെയാണ്. ഞങ്ങൾക്ക് തട്ടേക്കാട് കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 കിലോമീറ്റർ പ്ലാന്റേഷനാണ്. ഇന്നലെ ഞാൻ കൊച്ചിന് പനിയായിട്ട് വന്നത് പേടിച്ച് ഡോക്ടറെ കണ്ടിട്ട് പോരുത്. 8 മണി സമയത്ത് പാസ് ചെയ്തു. അത് കഴിഞ്ഞ് പെൺകുട്ടിയാണ് വീട്ടിൽ വന്ന് കയറി ന്യൂസ് വെച്ചപ്പോഴാണ് ഈ വാർത്ത കാണുന്നത്. അത്രയും ഈ 2 കിലോമീറ്റർ ക്യാപ്പിന്റെ ഇടയിൽ ജീവൻ പണയം വെച്ച് വേണം നമുക്ക് കടന്നു പോകാൻ. രാവിലെ ഒരു ആശുപത്രി കേസ് അല്ലെങ്കിൽ ഒരു കൊച്ചിനൊരു ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ വെളുപ്പിന് പോകണമെങ്കിൽ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോവുക. നമ്മൾ മരിച്ചാലും വേണ്ടില്ല, വേറെ വണ്ടി സൗകര്യമൊന്നുമില്ല. ബൈക്ക് കിട്ടുന്ന വണ്ടിയും വെച്ച് എല്ലാവരും അങ്ങനെ അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുക. ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാനോ. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം അങ്ങനെയാണ് നിത്യവൃത്തി കടന്നു പോകണമെങ്കിൽ നമുക്ക് പണിയെടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇത് കർഷകരുടെ ഒരു ജീവിതം പ്രതിസന്ധിയിലാണ്. അത് തീർത്തും പന്നി, കുരങ്ങ്, മലയെണ്ണാൻ എല്ലാം അത് വേറെ വഴിക്കൂടെ. ഒരു വാഴ നട്ടാൽ തന്നെ അത് കുരങ്ങ് വന്ന് പിച്ചി കീറി, ചെറുപ്പത്തിൽ തന്നെ പിച്ചി കീറി കളയും. വലുതായി കഴിയുമ്പോഴത്തേക്കും കുറെ കിട്ടുകയല്ല. കുരങ്ങ് ശല്യം ഭയങ്കരം, മലയെണ്ണാന്റെ ശല്യം ഭയങ്കരം, ആന ജീവന് ഭീഷണി അത് വേറെ. ഒരു രക്ഷയില്ല ഇതിനും കൊണ്ട്. എല്ലാം ഈ പരാതി പറഞ്ഞ് മടുത്തു. ആനശല്യം ഏറ്റവും ഓവറാണ് ഇവിടെ ഈ മേഖലയിൽ. ഉള്ളതിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആനശല്യമാണ്. ഇതിനെ എന്തിനെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മള് നേരെ അകത്തും പോകും. എല്ലാവരും പേടിച്ച് അങ്ങനെ ഒതുങ്ങി ജീവിക്കുക. ഒതുങ്ങുമ്പോ ഇങ്ങനെയുള്ള ഭീഷണി ജീവൻ പോണു. ഇപ്പൊ നമ്മൾ രാത്രി പണിയാൻ പോകുന്ന ആളാ, 4 മണിയാകുമ്പോൾ എണിച്ച് റബ്ബർ വെട്ടാൻ പോണ ആളാ. നാളെ ഒരു സുപ്രാത്തിൽ ഇങ്ങനെ വന്നാലും സഹിക്കാല്ലാണ്ട് ജീവിതമാർഗം നടക്കണ്ടേ. അതുകൊണ്ട് എല്ലാവരും ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങി പോകും, രണ്ടും കൽപ്പിച്ച് അങ്ങനെ ചെയ്യുന്നു. വർഷങ്ങളായി ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കാം. എന്തായാലും വലിയ ടോം അവർ വിശദീകരിക്കുന്നത്
നേരിടുന്ന നിലവിലെ ഒരു പ്രതിസന്ധിയുടെ ആഴം തന്നെയാണ്. കാരണം സാധാരണ കർഷകർക്ക് അവർക്ക് ഈ വനമേഖലയോട് ചേർന്ന് ഉപജീവനം നടത്തുന്നവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാകണം. അവർ ആവശ്യപ്പെടുന്നത് പോലെ ഈ ഫെൻസിങ് അടക്കമുള്ള ഒരു സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് ഇതിലൂടെ കടന്നു പോകാനെങ്കിലും സാധിക്കുകയുള്ളൂ. കാരണം വലിയ രീതിയിലൊരു ദുഷ്കരമായിരിക്കുകയാണ് ഇന്നലെ ഇവിടെ സംഭവിക്കുന്നത്. അവിടെ KSRTC ബസ് ഇറങ്ങി അതിനുശേഷം ഈ വഴിയിലൂടെ വരണം, ഈ വഴിയിലൂടെ കടന്നു പോകണം. ഏതാണ്ട് ഉൾവനത്തിന് നടുവിലൂടെയുള്ള ഇതാണ് സെറ്റിൽമെന്റ് റോഡാണിത്. ഈ ഭാഗത്തൊന്നും തന്നെ ഈ വൈദ്യുത പോസ്റ്റുകളുണ്ടെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകളിലേക്കൊന്നും വരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. ഒരു വിളക്കെങ്കിലും, ഇത് വൈദ്യുതി വിളക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാകാമായിരുന്നു. അവർ പറയുന്നത് ഇത് സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആനയുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് അവർ പറയുന്നു. അത്ര കണ്ട് ഒരു ആനശല്യം ഈ മേഖലയിലെല്ലാം തന്നെയുണ്ട്. മൊബൈൽ വെളിച്ചത്തിലാണ് അവർ ഇവിടേക്ക് കടന്നു പോകുന്നത്. ഇന്നലെ ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് ഇതിന് മുന്നിലേക്ക് വന്ന് വീഴുകയായിരുന്നു. അതുകൊണ്ട് കൂടെയുള്ളവർ ചിതറി ഓടുന്നു. വളരെ പെട്ടെന്ന് ആനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു എൽദോസ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നിമിഷാർദ്ധം കൊണ്ട് തന്നെ ജീവൻ നഷ്ടമാകുന്നു. പിന്നീട് ആളുകൾ സംഘടിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊരു വലിയ രീതിയിലൊരു അത്യാഹിതം നടന്നു എന്ന് തന്നെ തിരിച്ചറിഞ്ഞു. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശവാസികൾ കടന്നു പോകുന്നത്. നിങ്ങൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്? BJP ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്, ഈ മേഖലയിൽ സന്ദർശിച്ചു. എന്താ തോന്നുന്നു ആളുകളുടെ ഒരു പ്രതികരണവും കാര്യം? വളരെ ദൗർഭാഗ്യകരം, ദുഃഖകരമായിട്ടൊരു സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയാനകമായിട്ടുള്ളൊരു സംഭവമുള്ളത്. ഇവിടെ ലൈറ്റില്ലാത്തത് കൊണ്ട് ആനയെ കണ്ടില്ല എന്ന് ഇവിടുത്തെ പരിസരവാസികളൊക്കെ പറയുന്നത്. വളരെ ദുഃഖത്തോടെ അവർ പറയുന്നത്. കാരണം ഏത് നിമിഷവും കാട്ടാനയെ ഭയന്ന്, കാട്ടുപന്നിയെ ഭയന്ന് ജീവിക്കേണ്ട ഒരു ജനസമൂഹം. കൃഷിയും ഇവിടെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് കൃഷിയുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. നന്മ മാത്രം മനസ്സിലുള്ള ആളുകളാണ്. അവർ നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർ പ്രാർത്ഥനയിൽ പോലും എല്ലാവർക്കും നന്മ വരട്ടെ, നന്മ വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹത്തിന് ആ രോദനം ഇവിടുത്തെ അധികാരിവർഗ്ഗങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അധികമായിട്ടുള്ള ആന ഇപ്പോൾ തൊട്ടടുത്ത നമ്മുടെ കോടനാട്, പെരുമ്പാവൂർ, ഇവിടെ നിന്ന് കോതമംഗലത്ത് നിന്ന് കോടനാടേക്കുള്ള ദൂരം ശരിക്കും പറഞ്ഞാൽ 20-22 കിലോമീറ്റർ ഉള്ളൂ. ചുറ്റി കറങ്ങി പോയാൽ പോലും സാധാരണ രീതിയിൽ അവർ പറയുന്ന 10 കിലോമീറ്റർ അപ്പുറമാണ് കോടനാട് ആനത്തൊട്ടിൽ എന്ന് പറയുന്നത്. അധികമായിട്ട് ഇവിടെ ഈ വനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അത്രയും ആനക്കൂട്ടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആനക്കുട്ടികൾ ഉണ്ടെങ്കിൽ അത് കോടനാട് കൊണ്ടുപോയി വിടേണ്ട ബാധ്യത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഇവിടെ ശരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കണ്ടതാണ്, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, അത് ബീറ്റ് പോലീസിന് പോലും അറസ്റ്റ് ചെയ്യാനുള്ളൊരു അധികാരം കൊടുത്തുകൊണ്ട് ഫോറസ്റ്റ് നിയമം പോലും പരിഷ്കരിച്ച ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പിണറായിയുടെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ വെല്ലുവിളിയാണ്. ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരത്തിലേക്ക് നീങ്ങുവാണ് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. അവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ BJPക്ക് ഒരിക്കലും മാറിയിരിക്കാൻ സാധിക്കില്ല. അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഏതായാലും പ്രതിഷേധങ്ങളുടെ ഒരു വലിയ ദിവസങ്ങൾ തന്നെയാണ് വരുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം ഇന്ന് ഈ വിഷയം അവസാനിക്കുകയില്ല എന്ന് അവരെല്ലാവരും തന്നെ ഉറപ്പ് നൽകുന്നുണ്ട്. എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കോതമംഗലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതാണ് കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോതമംഗലം മേഖലയിൽ മാത്രം 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ആൻമേരിയുടെ ജീവൻ നഷ്ടപ്പെട്ടതും കാട്ടാന ഒരു മരം പിഴുതപ്പോൾ ആ മരം വന്നു വീണാണ് ആൻമേരിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ വലിയ ഭീതിയിൽ ഇപ്പോഴും കഴിയുന്നു അവിടുത്തെ ജനങ്ങൾ. മാത്രമല്ല, ഇന്ന് ലോക്സഭയിൽ ഈ വിഷയം ഡീൻ കുര്യാക്കോസ് MP ഉന്നയിച്ചിട്ടുമുണ്ട്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ തന്നെ ഒരാഴ്ചക്കിടെ, അത് 3 ദിവസത്തിനിടെ 2 മരണം നടക്കുന്നു. ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കും. നേരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പല പ്രഖ്യാപനങ്ങൾ നടത്തും, ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് പറയും. പക്ഷേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആറി തണുത്തു കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ഇവരെ കൈയൊഴിയുന്ന അവസ്ഥ. ഇവർക്ക് എന്താണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്? ഈ പ്രഖ്യാപനത്തിനപ്പുറം ഏത് രീതിയിലുള്ള നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം? ഡാനി. ടോം, ഇതിൽ ഈ പ്രഖ്യാപനത്തിനപ്പുറം നടപടികൾ വേണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമൊന്നുമില്ല. കൃത്യമായ രീതിയിലുള്ളൊരു നടപടികളിലേക്ക് അടക്കം കാര്യങ്ങൾ പോകണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യും. ഇന്നലെ ഉണ്ടായതും അത് തന്നെയാണ്. ഇന്നലെ ജില്ലാ കളക്ടർ വന്ന് ഉറപ്പ് നൽകുന്നു. പക്ഷേ ആ ഉറപ്പിൽ എത്രമാത്രം അവർ വിശ്വസിക്കുന്നു എന്നതെല്ലാം തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ ഉറപ്പിലൊക്കെ എത്ര കണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്ന് അവർ ചോദിക്കുന്നു. കാരണം തങ്ങൾക്ക് ഇതുവരെയും വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും പോകാനായിട്ട് സാധിച്ചു
സാധിച്ചിട്ടില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നിരവധി വാഗ്ദാന ലംഘനങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രിയും എല്ലാം തന്നെ കടുത്ത പ്രതിഷേധമുണ്ടായ ഒരു ഇടമാണിതെല്ലാം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം ഷോൺ ജോർജ് കൂടി ചേരുന്നു. വാഗ്ദാനങ്ങളിൽ ആരും തന്നെ വിശ്വസിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. അടിസ്ഥാനപരമായി ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഇട്ടു അല്ലെങ്കിൽ ട്രഡ്ജ് കുഴിച്ചു, ഇതൊന്നും അല്ല അടിസ്ഥാനപരമായ പ്രശ്നം. കേരളത്തിലുടനീളം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ മാത്രം പരിശോധിച്ചാൽ 500-ലധികം ആളുകളാണ് വന്യമൃഗത്തിന്റെ ശല്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കൊട്ടമ്പടയിൽ ഒരു ലൈറ്റ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ മാത്രം ട്രെഞ്ച് സംഭവിച്ചുകൊണ്ടോ കേരളത്തിൽ 430 പഞ്ചായത്തുകളാണ് കേരള സംസ്ഥാനത്ത് ഈ വനാതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് മാറി നാളെ അടുത്ത സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടാം. അത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും. അല്ല, ഇന്ന് ഇവിടെ കുട്ടമ്പുഴയിലാണെങ്കിൽ നാളെ ഇത് കേരളത്തിന്റെ 430 പഞ്ചായത്തിൽ എവിടെയും ആവർത്തിക്കണം. അപ്പൊ ഇതിന് സമഗ്രമായ നിയമനിർമ്മാണം വേണം. ആ നിയമനിർമ്മാണം നടത്തുക എന്ന് മാത്രമല്ല, ഇവിടെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്താനാണ് സർക്കാർ താല്പര്യം. ഇപ്പോൾ വന്നിട്ടുള്ള ഈ നവംബർ 1-ാം തീയതി ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള കേരള ഫോറസ്റ്റ് ആക്ട് അമെൻമെന്റ് ബില്ലിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അനധികൃതമായ അധികാരങ്ങൾ, സുപ്രീം കോടതി റൂളിങ്ങിന് വിരുദ്ധമായി അനധികൃത അധികാരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ബീറ്റ് ഓഫീസറിന് പോലും ആളുകളെ അറസ്റ്റ് ചെയ്യാൻ, സാധാരണക്കാരെ കുടിയേറ്റ കർഷകരാണ് ഈ നാട്ടിലുള്ളത്, ആ കുടിയേറ്റ കർഷകരെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ബീറ്റ് ഓഫീസർമാർക്ക് കൊടുക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ 2000 ആനകൾ ആണ് കേരളത്തിന്റെ ഫോറസ്റ്റിന്റെ കപ്പാസിറ്റി. 6000-ലധികം ആനകളുണ്ട്. ഇതിന് സർക്കാർ നടപടി ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം ഇവിടെ ഒരു ലൈറ്റ് ഇട്ടുന്നോ ഇവിടെ ട്രഞ്ച് പിടിച്ചു നടന്ന പ്രശ്നം തീരില്ല. 430 പഞ്ചായത്തുണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി വനാതിർത്തി പങ്കെടുക്കുന്നത്. ഇത് നാളെ അടുത്തടുത്തുണ്ടാവും. അപ്പോൾ അവരവിടെ ചെന്ന് എന്ത് പറയും? അവിടെ ചെന്ന് കളക്ടർ ഇങ്ങനെ കൈ ഒപ്പിയിട്ട് പോയാൽ അവിടെ പോയ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇത് എന്ത് മര്യാദയാണിത്? ഇതിന് നിയമനിർമ്മാണമാണ് ആവശ്യം. ആ നിയമം പോലും ഇപ്പം നിർമ്മിക്കുന്ന നിയമം പോലും വന്യമൃഗങ്ങൾക്ക് അനുകൂലമല്ലാതെ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വന്യമൃഗങ്ങൾ കൊടുക്കുന്നതിന്റെ 10-1 വില ജീവിക്കുന്ന മനുഷ്യനുണ്ടാകണം. അത്രേ ഉള്ളൂ. ടോം, വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാരണം ഈ പ്രദേശവാസികൾ ഇന്ന് രാവിലെ സംസാരിച്ചതും ഇത് തന്നെയാണ്. ആ വികാരം തന്നെയാണ് ഇവിടേക്ക് വരുന്നവരെല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്നത്. കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം, അല്ല എങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന് അവർ പറയുന്നു. നമ്മൾ ഈ നിൽക്കുന്നത് ഈ ഇടത്താണ് ഇന്നലെ ഈ സംഭവം നടക്കുന്നത്. ഒരു ആന കടന്നു പോകുന്ന, ആനത്താരയെന്നെല്ലാം തന്നെ അവർ പറയുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതിൽ സ്ഥിരം കടന്നു പോകുന്നവരുടെ. അപ്പോൾ ഇവിടെ കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ്. വരും ദിവസങ്ങളിലും അത് തുടരും. അതിൽ ജനങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ഇന്നത്തെ ഒരു പ്രതിഷേധ സായനത്തോടെ അത് ഇല്ലാതാകുന്നില്ല എന്നത് തന്നെയാണ്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് കുട്ടമ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്നലെ എൽദോസിന്റെ ജീവൻ നഷ്ടമായ സ്ഥലത്ത് നിന്നാണ് ഡാനി പോൾ ഇപ്പോൾ സ്പോട്ട് ലൈവിൽ തത്സമയം ചേർന്നത്. BJPയുടെ നേതാക്കന്മാർ, ജില്ലാ പ്രസിഡന്റും ഷോൺ ജോർജും ഒക്കെ പറയുന്നത് പോലെ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം വേണം. കാരണം ഇനിയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ഈ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ജനവാസ മേഖലയിലുള്ള ജനങ്ങളുടെ ജീവന് ഭീഷണിയായി കാട്ടാന മാത്രമല്ല മറ്റു പല വന്യജീവികളും ഇറങ്ങുന്നുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിമാരുടെ ഭാഗത്ത്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉറപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. മലപ്പുറം അരീക്കോട് SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. അരീക്കോട് പോലീസ് ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. Youth Congress
CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, ഈ വിനീതിന്റെ ആത്മഹത്യക്ക് പിന്നാലെ SOG അധികൃതരും പോലീസും ഒക്കെ ഇതിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. യാതൊരു രീതിയിലുള്ള ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല, ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം, അതാണ് പ്രധാനമായും വിനീതിനെ സംബന്ധിച്ച് മാനസികമായി തളർത്തിയിരുന്നത്. മാത്രമല്ല അതോടൊപ്പം ഗർഭിണിയായിരുന്ന ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി ലീവ് നൽകിയില്ല എന്നൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നമ്മളത് വിശദമായി ഇന്നലെ സ്പോട്ട് ലൈവിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. ഈ കുടുംബത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഏത് രീതിയിലുള്ള നടപടി, അതായത് ഈ വിനീതിന്റെ ആത്മഹത്യക്ക് ഉത്തരവാദികൾ ആരാണ്? ഇതുവരെയും ആ കാര്യത്തിൽ ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന വിഷയം? നടപടി, ആർക്കെതിരെ നടപടി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്? ടോം, ഈ ഒരു ക്യാമ്പിൽ അസിസ്റ്റന്റ് കമാൻഡർ അജിത് കുമാറിൻ്റെ പേരായിരുന്നു വിനീത് അവസാനം വാട്സാപ്പിൽ തൻ്റെ സുഹൃത്തിനയച്ച മെസ്സേജിൽ പരാമർശിച്ചിരുന്നത്. അജിത് കുമാറിൻ്റെ പേരെടുത്തുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. 11:45 പ്രകടനം ക്യാമ്പിലേക്ക് എത്തിയത്. ബാരിക്കേഡ് വെച്ച് തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും പോലീസുമായി ഉന്തും തള്ളുമുണ്ടാവുകയും അത് ചെറിയ പ്രതിഷേധങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം വരെ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ പോലീസിൻ്റെ വിശദീകരണം തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം മലപ്പുറം SP R വിശ്വനാഥ് അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഈ ഒരു മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ആശങ്ക തന്നെയാണ് എന്ന തരത്തിലാണ്. അതായത് റിഫ്രഷർ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പല ടെസ്റ്റുകളുണ്ടായിരുന്നു. അതിൽ ഓട്ട മത്സരം അല്ലെങ്കിൽ ഇയാളുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിന് ഭാഗമായിട്ടുള്ള ആ ഒരു പരിശോധനയിൽ അയാൾ പരാജയപ്പെട്ടിരുന്നു. 5 കിലോമീറ്റർ ദൂരം 25 മിനിറ്റ് കൊണ്ട് 5 കിലോ ഭാരമുള്ള തോക്ക് ഉപയോഗിച്ച് വേണം ഉയരത്തിലേക്കുള്ള സ്ഥലത്ത് കയറിപ്പോകാൻ. 30 സെക്കൻഡോളം താമസിച്ചാണ് ഇയാൾ ഫിനിഷ് ചെയ്തത്. അതിനിടയിൽ ട്രാക്ക് മാറി ഓടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാരണത്താൽ റിഫ്രഷർ കോഴ്സ് അയാൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അങ്ങനെയാണ് ഇന്ന് ആരംഭിക്കേണ്ടിയിരുന്ന കോഴ്സിൽ അയാൾ പങ്കെടുക്കാൻ വീണ്ടും നിയോഗിക്കപ്പെട്ടത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം, ഗർഭിണിയായ ഭാര്യയുടെ ചികിത്സാർത്ഥം അവധിക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന സമയമായിരുന്നു ഇത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കോഴ്സ് പൂർത്തീകരിക്കും വരെ ഇനി അവധി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് പറയുന്നത് ഈ മറ്റ് ബറ്റാലിയനെ പോലെയല്ല തണ്ടർബോൾട്ട് ബറ്റാലിയൻ. അവർ ഏറ്റവും ശാരീരിക ക്ഷമത വേണ്ട ഒരു വിഭാഗമാണ്. ദിവസങ്ങളോളം വനത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നേർക്കുനേർ പോരാട്ടങ്ങൾ, ഗൺ ഫൈറ്റ് വരെ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. അതേപോലെ രക്ഷാദൗത്യങ്ങളിൽ പങ്കെടുക്കേണ്ടവരാണ്. മറ്റ് സേനാ വിഭാഗങ്ങളെക്കാൾ ശാരീരികക്ഷമത നിർബന്ധമായിട്ടും വേണ്ട വിഭാഗമാണ് ഈ ബറ്റാലിയൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ ശാരീരിക ക്ഷമതാ പരിശോധനയിൽ ഒരു തരം വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയുന്നതല്ല എന്നാണ് പോലീസിൻ്റെ നിലവിലെ ചട്ടം. മാത്രമല്ല ഇത് അത്തരത്തിൽ ക്ഷമതാ പരിശോധനയിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ബറ്റാലിയനിൽ ഈ തണ്ടർബോൾട്ടിലേക്ക് തുടരാനും സാധിക്കുകയുള്ളൂ. അത് അവരുടെ ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതല്ലാത്തവരെ തണ്ടർബോൾട്ടിൽ നിന്ന് മാറ്റി സാധാരണ ബറ്റാലിയനിലേക്ക് മാറ്റും. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന റിസ്ക് അലവൻസ് അടക്കമുള്ള കാര്യങ്ങൾ കുറയും. അത് വലിയ ഒരു സംഖ്യയിലെ കുറവുണ്ടാക്കും. അങ്ങനെ പല സാഹചര്യങ്ങളും ഇവരെ സംബന്ധിച്ച് തണ്ടർബോൾട്ടിൽ നിന്ന് തുടരാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട്. സാമ്പത്തികമായിട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുറയാൻ അവരൊരിക്കലും ആരും തന്നെ ആഗ്രഹിക്കില്ല. അപ്പോൾ പക്ഷേ അവിടെ നേരിടേണ്ടി വന്ന ഈ ഒരു ശാരീരിക ക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെട്ടത് ഇയാൾക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. റിഫ്രഷർ കോഴ്സിന് നിർബന്ധിതരാകും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസംബറിൽ എടുക്കാൻ പ്രതീക്ഷിച്ച അവധി എടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ആ സമ്മർദ്ദങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു വിലയിരുത്തലാണ് ഇന്നുള്ളത്. ഇന്നിപ്പോൾ ഈ കൊണ്ടോട്ടി DYSP സേതുവാണ് ഇത് അന്വേഷിക്കുന്നത്. അതേപോലെ തന്നെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ടോം, ശാരീരിക ക്ഷമതയിൽ ഇത്രയും മുന്നിൽ നിൽക്കുന്നവർ മാനസികമായിട്ട് എത്രമാത്രം കരുത്തരാണ് എന്നതാണ് ഈ ഒരു ആത്മഹത്യ ഉന്നയിക്കുന്ന ചോദ്യം. കാരണം ശാരീരികമായിട്ട് ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കരുത്തുള്ളവർ
മാനസികമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ അവർക്ക് അതിജീവിക്കാൻ കഴിയാതെ വരുന്നു എന്നതാണ് ഈ ആത്മഹത്യ വിരൽ ചൂണ്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. അവർക്ക് വേണ്ട തരത്തിലുള്ള മാനസിക സൂചിപ്പിക്കുന്ന പോലെ പല വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടവരാണ്. പ്രത്യേകിച്ചും തണ്ടർബോൾട്ട് സേനയിലടക്കം പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് SOG കമാൻഡോകൾ. അവിടെ ഇത്തരം മാനസികമായി കരുത്ത് ശാരീരികമായി കരുത്ത് വേണ്ടവർ, നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ അവർക്ക് മാനസികമായി ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വിനീതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ലിങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പല ചോദ്യങ്ങളും, സാധാരണക്കാരായ ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. ഈ രീതിയിൽ ഒരു ജോലി സമ്മർദ്ദമുണ്ടെങ്കിൽ, ഇതുപോലെ ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ആത്മഹത്യയാണോ പ്രതിവിധി? പ്രത്യേകിച്ചും ഭാര്യ ഗർഭിണിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിനീതിൻ്റെ ആത്മഹത്യ കുടുംബത്തെ മുഴുവൻ വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട്, മാനസികമായി തകർത്തിട്ടുണ്ട്. ഇതുവരെയും കുടുംബത്തിൻ്റെ പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. അവരുടെ നിലപാട് എന്തായിരിക്കും? ഈ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ടോ വിനീതിൻ്റെ കുടുംബം? ഇന്നലെ വിനീതിൻ്റെ കുടുംബാംഗങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റും ആയിട്ട് മഞ്ചേരി എത്തിയിരുന്നു. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്താൻ കഴിയുകയില്ല എന്നൊരു നിലപാടാണ് അവർ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. വയനാട്ടിലാണ് അവരുള്ളത്. മാത്രമല്ല ഒരുപക്ഷെ ഈ മരണം ഉണ്ടാക്കിയ ഷോക്ക്, അതിൽ നിന്നൊക്കെ മോചനം നേടിയ ശേഷമാകാം അതുവരെ പ്രതികരിക്കുന്ന കാര്യത്തെക്കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുക തന്നെ ചെയ്യുള്ളൂ. കാരണം അപ്രതീക്ഷിതമായിരുന്നല്ലോ മരണം. സ്വാഭാവികമായിട്ട് അതുണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ വലുതാണ്. അപ്പോൾ കുടുംബം ഇതുവരേക്ക് പ്രതികരിക്കാൻ തയ്യാറായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയ വിശദീകരണങ്ങൾ അതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഈ റിസ്ക് അലവൻസ് അടക്കമുള്ള വലിയ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വലിയ സംഖ്യ അത് ഇല്ലാതെയാകുന്നതാണ് ഈ ഒരു മേഖലയിൽ തുടരുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുക. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഇവർ മറ്റ് സാഹചര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇതിൽ നിന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മളിവിടെ എടുത്തു പറയുന്ന ഇതിൽ സിസ്റ്റം ഈ സിസ്റ്റം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ പക്ഷേ ചട്ടങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ കുറെ കൂടി ഇളവ് അല്ലെങ്കിൽ കുറെ കൂടി മാനുഷിക പരിഗണനകൾ കൊടുത്ത് നൽകാൻ കഴിയുമെന്നുള്ള കാര്യമാണ്. ശാരീരിക ക്ഷമതാ പരിശോധന ഈ തണ്ടർബോൾട്ടിനെ സംബന്ധിച്ച് കുറയ്ക്കുവാൻ കഴിയുന്നതല്ല. പക്ഷേ അവർക്ക് മാനസികമായിട്ട് പിന്തുണ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള നടപടികൾ, അതാണ് ഇവിടെ കുറെ കൂടി അനിവാര്യമായിട്ട് വേണ്ടത്. പ്രത്യേകിച്ച് അവരുടെ കേൾക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ, അവർക്ക് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികമായ പിന്തുണയോ വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ നൽകുക. അവരുടെ ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കൊപ്പം തന്നെ മാനസിക നിലയും അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് നേരിടുന്ന പ്രതിസന്ധികളൊക്കെ പങ്കുവയ്ക്കാനും അതിൽ പരിഹാരം കാണാനുള്ളൊരു നടപടി കൂടി വേണം. കാരണം ശാരീരിക ക്ഷമത ഉണ്ടായിട്ട് പോലും മാനസികമായിട്ട് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വിനീതിന് ജീവൻ കൊടുക്കേണ്ടി വന്നത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അങ്ങനെയാണോ അങ്ങനെയല്ലോ എന്നല്ല, വിലയിരുത്തേണ്ടി വരും. എന്ന് തന്നെയാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടികൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ സ്വജീവൻ പോലും പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന ഈ വിഭാഗക്കാർ അവർക്ക് കുറെ കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പോലീസ് സേനയ്ക്ക് തന്നെ അത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. പോലീസ് സേനയുടെ ഭാഗമല്ല ഇവർ. കാരണം ഒരു അസോസിയേഷനും ഈ ബറ്റാലിയൻ അംഗങ്ങളല്ല. ഇവർക്ക് വേണ്ടി അസോസിയേഷനുകളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഇവർക്ക് വേണ്ടി ശബ്ദിക്കുവാനും ആരോഗ്യം കാണില്ല. അപ്പോൾ ഇവിടെ സർക്കാർ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു നയപരമായ തീരുമാനമെടുത്ത് അവർക്ക് വേണ്ട പിന്തുണ നൽകുക. ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതൽ സ്വീകരിക്കുക. ഇതിനൊക്കെ കാരണം ആയി തീരട്ടെ വിനീതിൻ്റെ ഈ ആത്മഹത്യ, അത് രക്തസാക്ഷിത്വമായി മാറി തീരട്ടെ എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തെ SOG കമാൻഡർ വിനീതിൻ്റെ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ മറ്റൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. പിറവം രാമമംഗലം സ്റ്റേഷനിലെ ഡ്രൈവർ CPO ബിജുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. രാമമംഗലത്തെ വീട്ടിൽ രാവിലെ 9:30യോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി മൃതദേഹം പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതോടൊപ്പം തന്നെ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു.
ആ വാർത്തയും വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം ഫെഡറലിസത്തെ തകർക്കുന്ന ബില്ലെന്ന ആരോപണം. രണ്ട് ബില്ലിലും ചർച്ച ഉണ്ടാകുമെന്ന് സ്പീക്കർ. എറണാകുളം കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ ജനരോഷം ശക്തം. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താൽ പുരോഗമിക്കുന്നു. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രെഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്ന് കളക്ടറുടെ ഉറപ്പ്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ കിടങ്ങ് നിർമ്മാണം ആരംഭിച്ചു. സ്പോട്ട് ലൈവ് തുടരുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP റെജി കുന്നിപ്പറമ്പിലാണ് അന്വേഷണ ചുമതല. കേസ് അന്വേഷിക്കുന്ന 4-അംഗ സംഘം യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസും ക്രൈംബ്രാഞ്ചും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ആരുടെ ഭാഗത്താണ് അത്? വിദ്യാഭ്യാസ വകുപ്പ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ, അന്വേഷണത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകർക്കടക്കം പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ആരിലേക്കൊക്കെയാണ് അന്വേഷണം നീങ്ങുന്നത്? അനീഷ്. ടോമോ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 2 തലത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പ് ആഭ്യന്തരമായി നടത്തുന്ന അന്വേഷണമാണ്. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും അധ്യാപകരടക്കമുള്ള ആളുകൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയവർ തന്നെയാണ് ഈ സ്വകാര്യ കോച്ചിങ് സെന്ററുകൾക്ക് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്നതൊരു സംശയമാണ് ഉയർന്നിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആഭ്യന്തര തലത്തിൽ നടക്കുന്നു. മറുവശത്ത് ഇതിനെ ഒരു ക്രിമിനൽ കേസായി പരിഗണിച്ചാണ് ക്രൈംബ്രാഞ്ചിന് കേസിന്റെ അന്വേഷണം വിട്ടു നൽകിയിരിക്കുന്നത്. ഇന്ന് റെജി കുന്നിപ്പറമ്പിലടക്കമുള്ള DYSPയുടെ സാന്നിധ്യത്തിലുള്ള യോഗം കോഴിക്കോട്ട് നടന്നിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ അവർ എന്താണ് ടേംസ് ഓഫ് റെഫറൻസ്, ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളോട് കാര്യമായി അവർ ആശയവിനിമയം നടത്തിയില്ല. കാരണം ഈ പുറത്തു പറയാൻ തക്കവണ്ണം ഒരു സ്ഥിതിയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. പ്രാഥമിക നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ വകുപ്പിനോട് വിശദീകരണം തേടുക, അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കുകയാണ് ആദ്യം ചെയ്യുക. അവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങളോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സംവിധാനമാണ് ചോദ്യപേപ്പർ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരായുകയാണ് ആദ്യം ചെയ്യുക. പിന്നീടാണ് ഈ ചോദ്യപേപ്പർ, ചോർന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്ന ചോദ്യക്കടലാസും ഒപ്പം ഈ യൂട്യൂബ് ചാനലിൽ വന്ന പരീക്ഷാ ചർച്ച അല്ലെങ്കിൽ പരീക്ഷാ അവലോകന പ്രഡിക്ഷൻ എന്ന പേരിലുള്ള അവലോകനവും തമ്മിൽ താരതമ്യപ്പെടുത്തുക. അതിനുശേഷമാണ് ഈ ചോർച്ചയുടെ തോത് എത്രമാത്രം വലുതാണ് എന്ന് കണ്ടെത്തുക. തുടർന്നാവും ഈ MS സൊല്യൂഷൻസിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കും ഒപ്പം ഈ പരീക്ഷാ വിഭാഗത്തിന്റെ ചുമതലകൾ കൈകാര്യം ചെയ്ത, പ്രത്യേകിച്ചും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരിലേക്കും അത് കൈമാറപ്പെടുന്ന ഒരു വഴിയുണ്ട്. അതായത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സെക്യൂരിറ്റി പ്രസ് മുതൽ ഈ പരീക്ഷാ ഹാൾ വരെ ഈ ചോദ്യപേപ്പർ എത്തുന്ന ഒരു നീണ്ട നടപടിക്രമമുണ്ട്. ഇനിയും അവിടെ എങ്ങാനും വീഴ്ച വന്നാണെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനയൊക്കെ ക്രൈംബ്രാഞ്ച് നടത്തും. എന്തായാലും അതീവ ഗൗരവതരമായ ഒരു വിഷയം എന്ന രീതിയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തെ കണക്കാക്കുന്നത്. ഈ ഓൺലൈൻ പഠനത്തിലേക്ക് ലോകം നീങ്ങിയ സമയം മുതൽ, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിലും മറ്റുമൊക്കെയാണ് ഏറ്റവും അധികം കുട്ടികൾ ഓൺലൈൻ മാർഗത്തിലൂടെ വിദ്യാഭ്യാസത്തിന് ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. അല്ലെങ്കിൽ ആ സമയത്ത് സ്കൂളുകൾ പോലും ഓൺലൈൻ ക്ലാസ്സുകളാണ് നടത്തിയിരുന്നത്. പക്ഷേ അതിൻ്റെ തുടർച്ചയായി തന്നെ ഈ ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളും ഓൺലൈൻ കോച്ചിങ് സെൻ്ററുകളും കുട്ടികളെ വലിയ തോതിൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക്, പ്രത്യേകിച്ചും യൂട്യൂബുകൾ വഴിയുള്ള ക്ലാസ്സിലേക്ക് ആകർഷിച്ചിരുന്നു. ആ ഒരു കിടമത്സരത്തിൻ്റെ ഭാഗമായാണ് തങ്ങൾ പരീക്ഷയ്ക്ക് തലേന്നാൾ പഠിപ്പിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെയാവും പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് വരിക എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ ഓൺലൈൻ സെന്ററുകൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ SM സൊല്യൂഷൻസിന്റെ ഷുഹൈബ് എന്ന ഉടമയാണെങ്കിലും നേരത്തെ മറ്റ് ഈ അന്വേഷണത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഈ കോച്ചിങ് സെന്റർ, അതായത് ചോദ്യപേപ്പർ ചോർന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമകളായിട്ടുള്ള ഈ ട്യൂഷൻ സെന്റർ, അവരെ ചോദ്യം ചെയ്യുക, അതോടൊപ്പം ഇതിൽ വീഴ്ച വരുത്തിയവർക്ക് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയത് നൽകിയത് ആരാണ്?
ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ SSLCയുടെയും +1ന്റെയും പരീക്ഷാ പേപ്പർ ചോർച്ച മാത്രമായിരിക്കുമോ അന്വേഷിക്കുക, അതോ ഇതുപോലുള്ള ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനം ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ അനീഷ്? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ക്രൈംബ്രാഞ്ച് അക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഈ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ മാത്രമല്ല ചോർന്നത്. കഴിഞ്ഞ ഓണം പരീക്ഷയും ഈ SM സൊല്യൂഷൻസ് എന്ന ഷുഹൈബിന്റെ സ്ഥാപനം തന്നെ ചോർത്തി നൽകിയിരുന്നു. അന്ന് വലിയ വിമർശനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയർന്നെങ്കിലും സർക്കാർ അത് കാര്യമായി ഗൗനിച്ചില്ല, അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിച്ചില്ല. കാരണം അന്ന് തന്നെ ഈ ആരോപണം ഉയർന്നപ്പോൾ സർക്കാർ ഒരു പ്രാഥമികമായ പരിശോധന നടത്തുകയും താമരശ്ശേരി DO അടക്കമുള്ള ആളുകൾ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഉപഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് DD സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ഒരു കത്ത് നൽകിയെങ്കിലും ആ കത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം പറഞ്ഞിരുന്നു. കാരണം താമരശ്ശേരി കൊടുവള്ളി ആസ്ഥാനമായ SM സൊല്യൂഷൻസ് എന്ന സ്ഥാപനം പരീക്ഷാ പേപ്പറുകൾ ചോർത്തിയതായി സംശയം ഉയർന്നിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് അവരുടെ YouTube പേജിൽ വന്ന ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും. അതുകൊണ്ട് അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അന്ന് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുകയുണ്ടായില്ല. അന്ന് അത്ര ഗൗരവത്തിൽ അതിനെ സർക്കാർ പരിഗണിക്കുകയും ചെയ്തില്ല. പക്ഷേ ഇത്തവണ അതിനേക്കാൾ വലിയ വ്യാപ്തിയിലുള്ള ഒരു ചോർച്ച ഉണ്ടായപ്പോഴാണ് ഒരു പരിശോധന നടത്താൻ ഒരുങ്ങിയത്. അതുകൊണ്ട് കേവലം ഇത്തവണത്തെ ചോർച്ച മാത്രം പരിശോധിച്ചാൽ പോരാ എന്ന നിലപാടിലേക്കാണ് വിദ്യാർത്ഥി സംഘടനകൾ എത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രശസ്തമായ കോച്ചിങ് സെന്റർ കഴിഞ്ഞ വർഷത്തെ ഈ ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് ഇവർ യൂട്യൂബിൽ കൊടുത്ത ചോദ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് പിറ്റേ ദിവസത്തെ പരീക്ഷയിൽ വരികയും ചെയ്തത്. അതുകൊണ്ട് ഈ മേഖലയിൽ നടക്കുന്ന ഈ ഒരു അരാജകത്വത്തെ പറ്റി സമഗ്രമായ പരിശോധന വേണം എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഇത്തരം ഓൺലൈൻ കോച്ചിങ് സെന്ററുകളുമൊക്കെയായി സംസ്ഥാന സർക്കാരിന് അടുത്ത ബന്ധമാണ്. ഈ കലോത്സവം പോലുള്ള ഇടങ്ങളിൽ പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മത്സരങ്ങൾക്കുള്ള സ്ലിപ്പുകൾ പാർട്ടിസിപ്പന്റ് കാർഡുകൾ തയ്യാറാക്കുമ്പോഴും അതിൽ പോലും ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യമുണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ ഇവരിൽ നിന്നൊക്കെ വാങ്ങിയെടുക്കുന്നത്. അതുകൊണ്ട് ഇവരുമായിട്ടൊരു അടുത്ത ബന്ധം നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. ഇത്തരമൊരു ബന്ധം ഒരു കാരണവശാലും പാടില്ല എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. കാരണം ഈ പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഒരു സമാന്തര വിദ്യാഭ്യാസം എന്ന രീതിയിലാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം മറ്റ് തലങ്ങളിലേക്കും നീങ്ങേണ്ടതാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കപ്പുറം ഈ രീതിയിൽ നിയമവിരുദ്ധമായിട്ടാണോ ഈ ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യപേപ്പർ ചോർന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർക്ക് പങ്കുണ്ടോ, അധ്യാപകർക്ക് പങ്കുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഓംപ്രകാശ് എയർപോർട്ട് സാജൻ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയായി തലസ്ഥാനത്ത് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് റിപ്പോർട്ട്. ഡാൻസ് ബാറിലെ DJ പാർട്ടി നടത്തിപ്പ് സാജന്റെ മകൻ ഡാനിയെ ഏൽപ്പിച്ചതിലും ഓംപ്രകാശിന്റെ സംഘത്തിന് എതിർപ്പുണ്ട്. ഇന്നലെ അറസ്റ്റിലായ ഓംപ്രകാശ് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഒരിടവേളയ്ക്ക് ശേഷമാണ് തലസ്ഥാന നഗരം വീണ്ടും ഗുണ്ടാഭീതിയിലാവുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പോലീസുകാരും ഗുണ്ടാ സംഘങ്ങൾ ഒന്നിച്ചൊരു വിരുന്നിനിരിക്കുന്ന ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ തലസ്ഥാന നഗരത്തെ ഭീതിയിലാഴ്ത്തുന്ന രീതിയിൽ കുപ്രസിദ്ധരായ 2 ഗുണ്ടാ തലവന്മാരുടെ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നു. അതിൽ എയർപോർട്ട് സാജനും ഓംപ്രകാശും അറസ്റ്റിലായിട്ടുണ്ട്. ഓംപ്രകാശൻ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണോ? എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ഡാൻ, വടയിലെ ബ്ലൂ കാസിൽ ബാറിലാണ് കഴിഞ്ഞ ദിവസം 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ ബാറിന്റെ DJ പാർട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചുമതല ബാറിന്റെ ഉടമ എയർപോർട്ട് സാജന്റെ മകൻ ഡാനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഓംപ്രകാശിന്റെ സുഹൃത്തായ വിനീത് എന്നൊരാൾക്ക് ഈ ബാറിൽ ഈ DJ പാർട്ടിയുടെ നടത്തിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് എയർപോർട്ട് സാജന്റെ മകൻ ഡാനിക്ക് ഈ DJ പാർട്ടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല ബാറുടമ കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഈ സംഘർഷമുണ്ടായ ദിവസം തന്നെ ഈ DJ പാർട്ടി ഡാനിയുടെ നേതൃത്വത്തിൽ നടന്ന DJ പാർട്ടി മോശമാണ് എന്ന തരത്തിൽ ഓംപ്രകാശിന്റെ സുഹൃത്തും തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടാകുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ എയർപോർട്ട് സാജന്റെ സുഹൃത്തുക്കൾ എത്തുന്നു.
അത് പരസ്പരമുള്ള വാക്കേറ്റത്തിലേക്ക് കടക്കുന്നു. പിന്നീട് കൂടുതൽ ആളുകൾ എയർപോർട്ട് സാഹചര്യവുമായി ബന്ധമുള്ള കൂടുതൽ ആളുകൾ ബാറിലേക്ക് എത്തി ഓം പ്രകാശിനെയും മറ്റുള്ളവരെയും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്പരമുള്ള ഒരു വാക്കേറ്റം അത് പിന്നീട് കൂട്ടത്തല്ലിലേക്ക് കലാശിക്കുക എന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുകയും ഓം പ്രകാശിനെയും എയർപോർട്ട് സാഹചര്യം ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ വരുന്ന ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് വിവിധ ബാറുകളിൽ DJ പാർട്ടികൾ മറ്റു തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ മുൻവൈരാഗ്യങ്ങൾ തീർക്കുന്നതിനുള്ള ഒരു വേദിയായി കൂടി ഈ DJ പാർട്ടികൾ മാറാനുള്ളൊരു സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടികൾക്കെല്ലാം വലിയ തരത്തിൽ പോലീസിൻ്റെ നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല ഈ രാത്രി വൈകിട്ടുള്ള ഇത്തരം പാർട്ടികൾ അത് കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കും. നമുക്കറിയാം നവവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കോവളം, ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്ന ഒരു പശ്ചാത്തലം തിരുവനന്തപുരത്തിന് നേരത്തെ മുതലുണ്ട്. പക്ഷേ ഇത്തവണ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിവിധ ബാറുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ DJ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഗുണ്ടാ സംഘങ്ങൾ തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് പരസ്പരമുള്ള വാക്കേറ്റത്തിലേക്കും കയ്യേറ്റത്തിലേക്കുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സ്വാഭാവികമായും തലസ്ഥാനത്തടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ നൂറുകണക്കിന് ഗുണ്ടാ സംഘാംഗങ്ങൾ അവിടെ സംഘടിച്ചെത്തുന്നു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഒരു ഇന്റലിജൻസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത്രയധികം ഗുണ്ടകൾ സംഘടിച്ചെത്തിയിട്ടും അന്ന് പോലീസിനെ സംബന്ധിച്ച് പോലീസ് ആ ദിവസം അത് ഇടപെട്ടില്ല. അതിനുശേഷം ന്യൂസ് 8 വാർത്ത പുറത്തുവിടുന്നു. പിന്നീട് പോലീസ് കാര്യമായി ഉണരുന്നു. 11 പേർ നിലവിൽ അറസ്റ്റിലായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ ഡാൻ? പാർട്ടി നടക്കുന്ന സ്ഥലത്ത് സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട പോലീസിന് വീഴ്ച സംഭവിച്ചതായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ടുണ്ടായ നടപടികളിൽ നമ്മൾ ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതിന് ശേഷവും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വൈകി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് തലസ്ഥാനത്ത് ഗുണ്ടാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ 2 ഉദ്യോഗസ്ഥർ തമ്മിൽ കയ്യേറ്റമുണ്ടായ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇടപെടുകയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്ത് ഗുണ്ടാ കൂട്ടുകെട്ടുകൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവ ചർച്ചയായി മാറുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും തലപൊക്കുന്ന ഒരു പശ്ചാത്തലം, അത് സുഗമമായ നഗരത്തിൻ്റെ സുഗമമായ സമാധാനകരമായ അന്തരീക്ഷത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ ഇപ്പോൾ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്മസും നവവത്സരമൊക്കെ ഒരുമിച്ചെത്തുന്നതിനാൽ ടൂർ പാക്കേജുകൾ അത് വിവിധ ഹോട്ടലുകൾ നടത്തുന്നുമുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഗുണ്ടാ സംഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വ്യാപകമായ പരിശോധനകളിലേക്ക് കടക്കാനുള്ള തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം വിവിധ സ്റ്റേഷനുകൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓം പ്രകാശും എയർപോർട്ട് സാഹചര്യം തമ്മിൽ കഴിഞ്ഞ ദിവസം വടയിലയിലെ ബാറിലുണ്ടായ സംഘർഷത്തിൻ്റെ തുടർച്ചയായി വീണ്ടും ചില സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗരത്തിൽ രാത്രികാലങ്ങളിലടക്കം പോലീസിന്റെ പരിശോധന വ്യാപകമാക്കുന്നത്. അതോടൊപ്പം DJ പാർട്ടികൾ നടക്കുന്ന ബാർ ഹോട്ടലുകളിലടക്കം കൃത്യമായ നിരീക്ഷണം നടത്താനുള്ള നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരത്തിലെ ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഓം പ്രകാശിനെ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നു. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു സൽക്കാരത്തിനിടെ, ബാർ ഉടമയുടെ സൽക്കാരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ 2 പേരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ, പരസ്പരം തമ്മിൽ തല്ലിയ കേസും DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ വേസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തമിഴ്നാട് തിരുനെൽവേലിയിൽ വലിച്ചെറിഞ്ഞ നിലയെ RCCയിലെ ക്യാൻസർ രോഗികളുടെ മെഡിക്കൽ വിവരങ്ങളും കൂട്ടത്തിലുണ്ട്. വിവിധ ആശുപത്രികളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ച് തിരുനെൽവേലിയിൽ കൊണ്ടുതള്ളി എന്നാണ് കരുതുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നു. വിനോദ്,
ഇത് ഈ പ്ലാസ്റ്റിക് മെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. ഇത് ഈ ആശുപത്രിയിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഏജൻസിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണോ? ഈ രീതിയിൽ തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ ഈ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ തള്ളിയ നിലയിൽ കണ്ടെത്താനുള്ള കാരണം ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? നടപടി ഉണ്ടാകുമോ? ടോം, സർക്കാർ ആശുപത്രികളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും മാലിന്യങ്ങൾ ഇമേജ് എന്ന സംഘടന വഴിയാണ് നീക്കം ചെയ്യുന്നത്. IMA ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. IMA വഴിയാണ് ഈ മാലിന്യ നീക്കം നടക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന നിലയിലാണ് ഇപ്പോൾ വസ്തുതകൾ പുറത്തു വരുന്നത്. തിരുനെൽവേലി കേന്ദ്രീകരിച്ച് ആശുപത്രി മാലിന്യം വലിയ തോതിൽ കൊണ്ട് തള്ളുന്നു എന്ന ആരോപണം ഇത് ആദ്യമായല്ല ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിലെ വനമേഖലകളിൽ കൊണ്ടു തള്ളുന്നു എന്ന ആക്ഷേപം ഉയർന്നതാണ്. അവിടെ പരിശോധന നടത്തുകയും 4 ലോറികൾ പിടികൂടുകയും ചെയ്തിരുന്നു. ഇത് നേരത്തെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഇതേ തരത്തിൽ ആശുപത്രി മാലിന്യങ്ങൾ അവിടെ എത്തി എന്നതാണ് ഗുരുതരമായ പ്രശ്നമാകുന്നത്. ഇപ്പോൾ തിരുനെൽവേലി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല BJP ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. തമിഴ്നാട് BJP ഘടകം കേരളത്തിനുള്ള ഒരു സന്ദേശമായി തന്നെയാണ് ഇപ്പോൾ അവരുടെ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ മാലിന്യം തള്ളിയാൽ ഇതേ മാലിന്യം തിരികെ കൊണ്ടുവന്ന് കേരളത്തിൽ നിക്ഷേപിക്കും എന്ന ഒരു മുന്നറിയിപ്പ് തമിഴ്നാട് BJP ഘടകത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമ്മൾ IMA പ്രതിനിധികളുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്നതാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം RCCയിൽ നിന്ന് മെഡിക്കൽ രേഖകൾ അതും വലിയ തോതിൽ തിരുനെൽവേലിയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 100 കണക്കിന് രോഗികളുടെ വിവരങ്ങൾ അവിടെ എത്തി എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മെഡിക്കൽ രേഖകളിൽ പറയുന്നത് ഈ രോഗിയുടെ വിവരം, ഇവർക്ക് നൽകുന്ന കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവരുടെ ശരീരത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, അതിനുള്ള സമ്മതപത്രം, ആ സമ്മതപത്രത്തിൻ്റെ പകർപ്പ് ഉൾപ്പെടെ ഇങ്ങനെ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അതിൽ മുഴുവൻ വിവരങ്ങളും, ചികിത്സാ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമ്മൾ IMAയുടെ പ്രതിനിധിയുമായി സംസാരിച്ച കാര്യത്തിലേക്കാണ് വരുന്നത്. അവർ പറയുന്നത് IMAയുടെ ഇടപെടലോടുകൂടി ഇമേജിലേക്കാണ് ഈ മാലിന്യങ്ങൾ പോകുന്നത്. ഇമേജ് വഴി ഇതിൻ്റെ സംസ്കരണ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന കാര്യം IMA പറയുന്നുണ്ട്. അതിനപ്പുറത്ത് തീർച്ചയായും വിനോദ്, ഈ മാലിന്യങ്ങൾ തള്ളിയതിൽ ഈ ഇമേജ് എന്ന ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഏജൻസിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പറയാം. പക്ഷേ ഈ രീതിയിൽ രോഗികളുടെ വിവരങ്ങളടങ്ങുന്ന രേഖകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതിൽ, അത് പുറത്തു വന്നതിൽ, ഈ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ടതിലൊക്കെ ഈ RCCയിലെ അധികൃതർക്കും അതിനകത്ത് ഉത്തരവാദിത്വമില്ലേ? ആശുപത്രി അധികൃതർ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? ടോം, ഇതിൽ 2 കാര്യമാണ്. അതായത് ഇമേജ് വഴി മാത്രമല്ല മാലിന്യങ്ങൾ പുറത്തു പോകുന്നതെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. RCCയിൽ നിന്ന് തന്നെ മറ്റ് ചില സ്വകാര്യ ഏജൻസികൾ മാലിന്യം ശേഖരിക്കുന്നു എന്ന വിവരം അവിടുത്തെ ജീവനക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല സ്വകാര്യ ആശുപത്രികളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസികളെ അവർ സമീപിക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ടോം ചോദിച്ചതിലേക്ക് വരാം. ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്, RCCയിൽ ചികിത്സ നേടിയിട്ടുള്ള ക്യാൻസർ രോഗികൾ നവംബർ മാസത്തിൽ, അതായത് തൊട്ട് മുൻപത്തെ മാസത്തിൽ പോലും സമ്മതപത്രം നൽകിയ രേഖകൾ, അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്യന്തം ഗുരുതരമായ ഒരു കാര്യമാണ്. ആ രോഗിയുടെ പേര്, വിലാസം, ആ രോഗിക്ക് നൽകുന്ന ചികിത്സ, അവരുടെ ഭക്ഷണക്രമം തുടങ്ങിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ കടലാസ് രേഖകളാണ് പുറത്തു വരുന്നത്. ഇത് ഇപ്പോൾ പ്രാഥമികമായ ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രേഖകൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ കടലാസുകൾ മാറ്റാറുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിങ്ങനെയാണോ കൈമാറേണ്ടത്, അല്ലെങ്കിൽ ഇത് കൈമാറിയാൽ ഏത് തരത്തിലാണ് ബാക്കി രേഖകൾ അവിടെ അവശേഷിക്കുക, അത് ഡിജിറ്റൽ രൂപത്തിൽ അവിടെ ആ രേഖകൾ മാറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. RCC ഡയറക്ടറുമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടു. RCC ഡയറക്ടർ ഒരു യാത്ര കഴിഞ്ഞ് എത്തുകയാണ് എന്ന വിവരമാണ് പറഞ്ഞത്. വിമാനത്താവളത്തിലാണ്. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പറയാം എന്ന ഒരു മറുപടിയാണ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്നത്. ഒന്ന്, തിരുനെൽവേലിയിൽ തുടർച്ചയായി കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം എത്തുന്നു എന്നത്. മറ്റൊന്ന്, RCCയിൽ നിന്നുള്ള വിലപ്പെട്ട രേഖകൾ, അതായത് ഒരാളിൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പോകുന്നു എന്ന ഒരു ഗുരുതരമായ സ്ഥിതി. പ്രത്യേകിച്ച് ഒരു രോഗിയുടെ പേര്, വിലാസം, നൽകുന്ന ചികിത്സ, ഭക്ഷണക്രമം തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയ രേഖകളാണ് പുറത്തു പോകുന്നത്. മാത്രമല്ല ചില ചികിത്സകൾക്ക് സമ്മതപത്രം നൽകേണ്ടതുണ്ട്. കത്തീഡ്രൽ പോലുള്ള ഉപകരണങ്ങൾ ശരീരത്തിൽ. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ വേസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആണ് തമിഴ്നാട് തിരുനെൽവേലി വലിച്ചെറിഞ്ഞതിൽ കണ്ടെത്തി. ഇതോടൊപ്പം രോഗികളുടെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ആത്മഹത്യ. പിറവം രാമമംഗലം സ്റ്റേഷനിലെ ഡ്രൈവർ
ബിജു AC ആണ് ആത്മഹത്യ ചെയ്തത്. രാമമംഗലത്തെ വീട്ടിൽ രാവിലെ 9:30യോടെയാണ് ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി മൃതദേഹം പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി പിറവത്ത് നിന്ന് പ്രാദേശിക മാധ്യമപ്രവർത്തകൻ S. വിവേക് ചേരുന്നുണ്ട്. വിവേക്, സംസ്ഥാനത്ത് ഇതിപ്പോൾ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണവും ഒക്കെ കാരണം ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഈ രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ബിജുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? ആത്മഹത്യക്കുറിപ്പോ മറ്റവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ടോ വിവേക്? ടോം, വീണ്ടും പോലീസിന്റെ ആത്മഹത്യ എന്ന് തന്നെ നമുക്ക് പറയാം. രാമമംഗലം സ്റ്റേഷനിൽ ഇന്ന് രാവിലെ 9:30 ഡ്രൈവറായ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അത് പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പിറവം താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ വൈഫ് വിദേശത്താണ്. ജോലി സമ്മർദ്ദമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രാദേശികമായി നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. വിവേക്, അങ്ങനെ ആത്മഹത്യക്കുറിപ്പോ മറ്റെവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ബിജുവിന് ഈ രീതിയിൽ ജോലി സമ്മർദ്ദമോ മറ്റേതെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടോ ഉള്ളതായി അറിവുണ്ടോ? കുറച്ച് നാളുകളായിട്ട് ആൾക്ക് ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ മറ്റ് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രാദേശികമായി അവിടെ നിന്ന് തന്നെ ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നുമൊക്കെ കിട്ടിയ വിവരം. വിവേക്, ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരം എന്താണ്? പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ടോ? ഇതിനു മുൻപ് ബിജു ഇങ്ങനെ ഒരു ജോലി സമ്മർദ്ദമുള്ളതായിട്ടോ മറ്റോ ഈ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടോ? പരാതി നൽകുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. വിവേക്, ഇപ്പോൾ ഈ ബിജുവിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം മറ്റു നടപടികളൊക്കെ എപ്പോഴാണ്? പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിജുവിന് 2 മക്കളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഭാര്യ കുവൈറ്റിലാണ്. അദ്ദേഹം ഒരു നേഴ്സാണ്. ഇപ്പൊ വിവരം അറിഞ്ഞ് മക്കള് 2 പേരും സ്ഥലത്തുണ്ട്. ഭാര്യ വിവരം അറിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. ഈ സംഭവത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ വല്ലതും ആക്ഷേപമുണ്ടോ, പരാതിയുണ്ടോ? ഇങ്ങനൊരു തൊഴിൽ ചൂഷണം അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം ബിജുവിനെ അലട്ടിയിരുന്നു, അതാണ് ആത്മഹത്യക്ക് കാരണമായത്, അങ്ങനെ എന്തെങ്കിലും പരാതി ബിജുവിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ വിവേക്? നിലവിൽ അങ്ങനെയുള്ള പരാതികളൊന്നും കുടുംബം ഉന്നയിക്കുന്നില്ല. നിലവിൽ 2 കുട്ടികളാണ് ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ ഉള്ളത്. അയൽവാസികളാണ് ഇത് അദ്ദേഹം ശ്രദ്ധയപ്പെടുന്നത്. സ്റ്റെയർ കേസിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് അദ്ദേഹം. വ്യക്തമാണ്. എസ് വിവേകാണ് പിറവത്തൊന്നും വിവരങ്ങൾ നൽകിയത്. പിറവം രാമമംഗലം സ്റ്റേഷനിലെ ഡ്രൈവർ CPO ബിജുവിനെയാണ് വീട്ടിൽ ഇന്ന് രാവിലെ 9:30 ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത്. ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് എത്തി മൃതദേഹം പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം ഫെഡറലിസത്തെ തകർക്കുന്ന ബില്ലെന്ന ആരോപണം. 2 ബില്ലിലും ചർച്ച